പോളിംഗ് ബൂത്തുകളിലെ ജനാധിപത്യത്തിന്റെ കണ്ണായിരുന്ന CCTV ക്യാമറകൾ 45 ദിവസം പിന്നിട്ടാൽ എന്തുകൊണ്ട് നശിപ്പിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് എന്തുകൊണ്ട്? ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ, ഉയരുന്ന ചോദ്യങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെ തെളിവുകളായ CCTV ദൃശ്യങ്ങൾ വെറും 45 ദിവസത്തിന് ശേഷം ഇല്ലാതാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണം. ഓരോ പോളിംഗ് ബൂത്തിലുമുള്ള CCTV ക്യാമറകൾ വോട്ടെടുപ്പ് ദിനത്തിലെ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതല്ലേ? തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച കേസുകളോ അന്വേഷണമോ നടക്കുന്നതിന് മുമ്പേ ദൃശ്യങ്ങൾ ഇല്ലാതാക്കുന്നുവെങ്കിൽ സത്യാവസ്ഥ തെളിയിക്കാൻ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതികൾക്കും കഴിയും? ഇത് മനഃപൂർവ്വമല്ലേ ചട്ടം ഭേദഗതി ചെയ്തത്? സുതാര്യതയ്ക്കും ജനാധിപത്യത്തിനും തിരിച്ചടി നൽകുന്ന നടപടിയല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അഭിപ്രായം കമന്റിൽ പറയൂ. സത്യത്തെ പങ്കുവെക്കൂ. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കൂ. വേണു, ഈ CCTV ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യാനുള്ള തീരുമാനം എന്നാണ് വന്നതെന്നറിയോ? ഒക്ടോബർ 2024 പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികൾ ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധി എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെയും CCTV ഫുട്ടേജുകൾ സ്റ്റോർ ചെയ്യണം, 3 വർഷം വരെ സ്റ്റോർ ചെയ്യണമെന്ന് ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതികൾ വിധി പ്രസ്താവിച്ചു. ആ വിധി വന്നതിന്റെ പിന്നാലെയാണ് ഡിസംബർ 2024 ഈ നിയമം പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ച നടത്തിയത്. 93(2)A കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 961 അമെൻഡ് ചെയ്തുകൊണ്ടാണ് 45 ദിവസം CCTV ഫുട്ടേജ് സ്റ്റോർ ചെയ്യാമുള്ളൂ എന്നുള്ള വിധി വന്നത്. അത് ഒക്ടോബർ 2024 ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഹൈക്കോടതി വിധി പറയുന്നത് ഒരു CCTV ഫുട്ടേജ് വന്നാൽ അത് 3 വർഷം വരെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നാണ്. കാരണം ആ 3 വർഷത്തിനുള്ളിൽ ഒരു ഇലക്ഷൻ കേസ് വന്നാൽ ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ വിധി തങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് കണ്ടാണ് ഒരു നിയമം തന്നെ അമെൻഡ് ചെയ്തിട്ട് 45 ദിവസത്തെ ഈ റൂൾ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് പറയാണ് 2018 കമൽനാഥിന്റെ കേസാണെന്നോ? അങ്ങനെയാണെങ്കിൽ എന്താ 2019 മാറ്റാത്തെ? എന്ന് മാത്രമല്ല 2020 മാറ്റാത്തെ? എന്ന് മാത്രമല്ല 2021 മാറ്റാത്തത്? ശരി.